ഇന്നത്തെ ക്ലാസ്സിൽ അപ്പൊ നമുക്ക് ഇന്നലെ പഠിച്ച ആ ഒരു ഗ്രാഫ് ഒന്നും കൂടി എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് നമ്മളത് ഇന്നലെ നമ്മൾ ടൈപ്പ് ചെയ്തതല്ല പഠിച്ചത്, എങ്ങനെയാണ് അത് വരച്ചു പഠിക്കാൻ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇന്നലെ പറഞ്ഞോളം നമുക്ക് എന്ത് വേണം, ഇൻഡസ്ട്രിയലിംഗ് ഗ്രാഫ് വരയ്ക്കണം, അതുപോലെ ഫേമിന്റെയും ഗ്രാഫ് വരയ്ക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആദ്യം തന്നെ രണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസിന്റെയും ഗ്രാഫുകൾ വരച്ചു വെക്കുക. എക്സ് ആക്സിസും വൈ ആക്സിസിന്റെയും ഗ്രാഫ് വരച്ചു. ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രി, ഇതാണ് ഫേം. ഓക്കെ, അപ്പോ ആദ്യം എന്ത് ചെയ്തു, ഇൻഡസ്ട്രിയുടെ വരച്ചു, പിന്നെ ഫേമിന്റെ വരച്ചു. അത് കഴിഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്യണം, ഇൻഡസ്ട്രിയിലെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം, നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഇൻഡസ്ട്രിക്കാർ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കുക, അവരുടെ ഡിമാൻഡും സപ്ലൈയും വരച്ചിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം അവരുടെ ഡിമാൻഡ് കർവ് വരയ്ക്കുക, പിന്നെ അവരുടെ സപ്ലൈ കർവ് വരയ്ക്കുക. ഇതാണ് ഡി ഡിമാൻഡ് കർവ്, ഇതാണ് എസ് സപ്ലൈ കർവ്. ഓക്കെ, വരച്ചു. അപ്പൊ അവർക്ക് എന്ത് കിട്ടി, ഇതാണ് ഇൻഡസ്ട്രിയിലെ ഇക്വിലിബ്രിയം പോയിന്റ്, ഇതാണ് നമ്മളോട് വിൽക്കാൻ പറഞ്ഞ പ്രൈസ് പി ഒ പി നമുക്ക് കിട്ടി. അപ്പൊ അതെന്താ ചെയ്തത്, ഇൻഡസ്ട്രിയിലെ ഡിമാൻഡും സപ്ലൈയും വരച്ചിട്ട് അവരുടെ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തു. ഇപ്പൊ ഇൻഡസ്ട്രിക്കാര് കറസ്പോണ്ടിങ് പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്ത് തന്നു. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇൻഡസ്ട്രിയിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം, അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മള് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മുടെ ഫേമിന്റെ ഗ്രാഫിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. അതായത് ഇവിടെ ഇൻഡസ്ട്രിയിൽ ഫിക്സ് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഫേമിന്റെ ഇത് തന്നെയാണ് ഫേമിന്റെ ഡിമാൻഡ് കർവ്, അത് തന്നെയാണ് എ ആർ കർവ്, അത് തന്നെയാണ് എം ആർ കർവ്. നമ്മൾ ഇന്നലെ പഠിച്ചു. ഇതാണ് നമ്മുടെ പ്രൈസും. അപ്പൊ പ്രൈസും അത് തന്നെ, ഡിമാൻഡും അത് തന്നെ, എ ആറും അത് തന്നെ, എം ആറും അത് തന്നെ, അതിൽ യാതൊരു വ്യത്യാസവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഇൻഡിവിജ്വൽ ഫേമിന്റെ എന്ത് കിട്ടി, ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ എ ആർ കർവ് അല്ലെങ്കിൽ എം ആർ കർവ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ ഇൻഡസ്ട്രിയിലെ എം സി കർവ് വരയ്ക്കുക. എപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞോണം, എസ് എം സി എന്ന് എഴുതാം. നമ്മളൊരു ടിക്ക് മാർക്ക് ഇടുന്ന പോലെയാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്, എസ് എം സി കർവ് വരയ്ക്കേണ്ടത്. അത് വരച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടി. നമ്മുടെ ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ എന്തിനാ കണ്ടുപിടിക്കണം എന്ന് വെച്ചാല് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വിൽക്കാനായിട്ട് പറ്റും അത് തീരുമാനിക്കാനാണ് നമ്മൾ നമ്മുടെ ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ ഫേമിന്റെ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇത്രയ്ക്ക് താഴത്തേക്ക് വരച്ചാല് നമുക്ക് എന്ത് കിട്ടും, ഇത്രയ്ക്ക് ക്വാണ്ടിറ്റി നമുക്ക് വിൽക്കാനായിട്ട് പറ്റും. അപ്പൊ ഇൻഡസ്ട്രി പറഞ്ഞ പ്രൈസിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു, ഓയം ക്വാണ്ടിറ്റി വിൽക്കാമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് വരയ്ക്കേണ്ടത് നമ്മുടെ ആവറേജ് കോസ്റ്റ് കർവും ആവറേജ് വാരിയബിൾ കർവുമാണ്. ഓക്കെ, ആവറേജ് കോസ്റ്റ് കർവും ആവറേജ് വാരിയബിൾ കർവും. ഇതിന്റെ തൊട്ട് താഴത്തായിട്ട് കുറച്ച് പ്രോഫിറ്റ് ഏരിയ വരത്തക്ക രീതിയിൽ നമ്മൾ എന്ത് വരയ്ക്കുക, ആവറേജ് കോസ്റ്റ് കർവ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് വരയ്ക്കുക. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഇത്രയ്ക്ക് പ്രൈസിന് വിൽക്കുന്നു, ഇത്രയ്ക്ക് കോസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ഏരിയ ആയിട്ട് വരിക, പ്രോഫിറ്റ് ഏരിയ ആയിട്ട് വരിക. അപ്പൊ അതിങ്ങനെ ഇങ്ങോട്ട് വരച്ചിട്ട് ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ എന്ത് ഏരിയ ആയിട്ട് വന്നത്, പ്രോഫിറ്റ് ഏരിയ ആയിട്ട് വന്നത്. അതിന്റെ അർത്ഥം ഇത്രയ്ക്ക് പ്രൈസിലാണ് ഞാൻ വിൽക്കുന്നത്. സപ്പോസ് ഇതൊരു 10 രൂപയാന്ന് വിചാരിക്കുക, ഈ പി എന്ന് പറയുന്നത് 10 രൂപയാന്ന് വിചാരിക്കുക. ഈ പോയിന്റിന്റെ പ്രൈസ് ലെവൽ വരികപ്പോ 9 രൂപയായിരിക്കും. അതായത് 9 രൂപയ്ക്ക് ഉണ്ടാക്കിയ സാധനം ഞാൻ വിറ്റിരിക്കുന്നത് 10 രൂപയ്ക്കാണ്. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എത്ര രൂപയാണ്, 1 രൂപയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പ്രോഫിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഏരിയ ആണ്, ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ഏരിയ. ഓക്കെ, അപ്പൊ എന്ത് വരച്ചു, എസ് എം സി കർവ് വരച്ചിട്ട് നമ്മള് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴത്തക്ക വരത്തക്ക രീതിയിൽ എന്ത് വരയ്ക്കുക, ആവറേജ് കോസ്റ്റ് കർവ് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിന്റെ താഴെയായിട്ട് നമ്മുടെ ആവറേജ് വാരിയബിൾ കോസ്റ്റ് കർവും വരയ്ക്കാം, ABC വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇത്രയ്ക്ക് ഇതാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് വരച്ചു, SAC കർവ് വരച്ചു, പിന്നെ എന്ത് വരച്ചു, ABC കർവും ആവറേജ് വാരിയബിൾ കോസ്റ്റ് കർവും വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇനി സപ്പോസ് ഇവര് നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ്, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മളോട് എന്ത് പറഞ്ഞത്, ഈ പ്രൈസിന് വിറ്റോളം പറഞ്ഞത്. ഇനി ഇഫ് ദ ഡിമാൻഡ് ഓഫ് ദ ഇൻഡസ്ട്രി ഡിക്രീസസ് ടു D1, ഇപ്പൊ നമുക്ക് D ആയിരുന്നു, അത് D1 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കാം. ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് തന്നെ D1 ആയിട്ട് കുറഞ്ഞാൽ നമുക്ക് എന്തുണ്ടായി, പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടി. അപ്പൊ നമ്മളോട് എന്ത് പറയണോ, ഇത്രയും നാളും പിക്ക് വിറ്റ ആളും നമ്മളോട് എന്താ പറയുന്നത്, P1 വിറ്റോളൂ എന്നാണ് പറയുന്നത്. ആ P1 കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരിക.
അപ്പൊ നമുക്കൊരു പുതിയൊരു ലൈൻ കിട്ടി. ഇതാണ് ഇപ്പൊ P1 ലെവലിലാണ് നമ്മൾ വിൽക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ DAR EMR ഒക്കെ ആയിട്ട് വരിക. വന്നിട്ടത് രണ്ടാമതാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്ര Pയിൽ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് ലാഭം കിട്ടിയിരുന്നു. പക്ഷെ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കുറഞ്ഞപ്പോ നമ്മളോട് എന്ത് പറഞ്ഞു, ഇനി P1 വിറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു പുതിയൊരു ലൈൻ കിട്ടി. അതെന്ന് പറയണത് നമ്മുടെ ആവറേജ് കോസ്റ്റ് കർവിനേക്കാൾ താഴെയാണ് കിടക്കുന്നത്. ആവറേജ് കോസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, നമ്മുടെ കമ്പനിയിൽ യാതൊരു വ്യത്യാസം വന്നില്ല. നമുക്ക് പണ്ട് വന്നിരുന്ന അതേ കോസ്റ്റ് തന്നെ ഇപ്പോഴും വരുന്നുണ്ടാവും. പക്ഷെ അവരെന്ത് കുറച്ചു, പ്രൈസ് കുറച്ചത് കൊണ്ട് ഇപ്പൊ നമ്മളോട് വിൽക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് കോസ്റ്റിനേക്കാൾ, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിനേക്കാൾ താഴെയാണ്. അതായത് നമ്മൾ നേരത്തെ വിറ്റിരുന്നപ്പോ 10 രൂപയ്ക്ക് വിറ്റിരുന്നപ്പോ അല്ലെങ്കിൽ P പ്രൈസിന് വിറ്റിരുന്നപ്പോ കിട്ടിയിരുന്ന പ്രോഫിറ്റ് നമുക്ക് കിട്ടണില്ല. അതിനേക്കാൾ താഴെയാണ്, നമുക്ക് വന്ന കോസ്റ്റിനേക്കാൾ താഴെയാണ് നമ്മൾ വിൽക്കുന്നത്. എന്നാലും നമ്മൾ എന്ത് ചെയ്യണില്ല, പ്രൊഡക്ഷൻ നിർത്തണില്ല. കാരണം നമുക്ക് ആവറേജ് വാരിയബിൾ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ആവറേജ് വാരിയബിൾ കോസ്റ്റിനേക്കാൾ മുകളിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. സപ്പോസ് ഈ ഒരു ലൈൻ വന്നത് ഇതിന്റെ താഴെയായിരുന്നു വിചാരിക്കുക. അതായത് നമ്മളോട് വിൽക്കാൻ പറഞ്ഞത് ആവറേജ് വാരിയബിൾ കോസ്റ്റിനേക്കാൾ താഴെയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, നമ്മുടെ പ്രൊഡക്ഷൻ നിർത്തേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. പക്ഷെ ഇവിടെ വലിയ കുഴപ്പമില്ല. കാരണം നമ്മളിപ്പോ വിൽക്കണത് എന്തിനാണ്, നമ്മുടെ പ്രൈസ് ഏത് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം P പ്രൈസിന് വിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈവൺ ഇഫ് ഇറ്റ് ഈസ് സെൽ അറ്റ് P1 പ്രൈസ്, നമ്മൾ P1 പ്രൈസിന് വിറ്റാലും നമുക്ക് എന്ത് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആവറേജ് വാരിയബിൾ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആവറേജ് കോസ്റ്റിനേക്കാൾ താഴെയാണ്. എന്നാലും വലിയ കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങളിത് വരച്ച് പഠിക്കുന്നത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും ഉള്ള 2 ഗ്രാഫുകൾ വരച്ചു വെക്കുക. എന്നിട്ട് എന്താണ് അടുത്ത് ചെയ്യേണ്ടത്, ഇതാണ് ഇൻഡസ്ട്രിയുടെ, ഇതാണ് ഫേമിന്റെ. ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവും വരയ്ക്കുക, സപ്ലൈ കർവും വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടും. അപ്പൊ നമ്മൾ പ്രൈസ് കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ പ്രൈസ്. ഈ പ്രൈസിനാണ് നമ്മളോട് വിൽക്കാനായിട്ട് പറയാ. ആ പ്രൈസും കൊണ്ട് നമ്മൾ എവിടേക്ക് കൊണ്ടുപോവാ, നമ്മുടെ ഫേമിന്റെ ഗ്രാഫിലേക്ക് കൊണ്ടുപോവാ. അപ്പൊ അതാണ് നമ്മുടെ Pയും DAR EMR ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അടുത്ത നമ്മൾ MC കർവ് വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് കിട്ടി. ഇത്രയ്ക്ക് ക്വാണ്ടിറ്റിയാണ് നമ്മൾ വിൽക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രോഫിറ്റ് ഏരിയ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് വരയ്ക്കുക, നമ്മുടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അത് ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ഏരിയ ആയിട്ട് വരിക. അതിന്റെ താഴെയായിട്ട് എന്ത് വരയ്ക്കുക, ആവറേജ് വാരിയബിൾ കോസ്റ്റ് കർവും വരയ്ക്കാം. ഇതാണ് മെയിൻ ഐറ്റം ആയിട്ട് വരുന്നത്. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഡിമാൻഡ് ഇത് D ആയിരുന്നു, ഇത് Sഉം. ഈ D1 ആയിട്ട് കുറഞ്ഞാൽ എന്തുണ്ടാവും, നമുക്കൊരു പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടും, പുതിയൊരു പ്രൈസ് ലെവലും കിട്ടും. അതും കൊണ്ട് നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് വരേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതാണ് പുതിയ D1 AR1 MR1. അപ്പൊ ഇതാണ് നമുക്ക് പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് വരും. ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഇത്രയ്ക്ക് ക്വാണ്ടിറ്റിയെ നമുക്ക് വിൽക്കാനായിട്ട് പറ്റണുള്ളൂ. അപ്പൊ ഈ പ്രൈസിന് വിറ്റാല് നമുക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആവറേജ് കോസ്റ്റ് കവർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ആവറേജ് വാരിയബിൾ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ നിർത്തുന്നില്ല. അപ്പൊ ഈ രീതിയിൽ ഈ ഗ്രാഫ് വരയ്ക്കാനായിട്ട് പഠിക്കാം. ഇനി നമുക്ക് അതിന്റെ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷന്റെ പോയിന്റ്സുകൾ നമ്മളിപ്പോ വരയ്ക്കാനായിട്ട് പഠിച്ച ആ ഒരു ഗ്രാഫിന്റെ പോയിന്റ്സ് എങ്ങനെ ഏതാണെന്ന് നോക്കാം. The price is determined by the industry is OP. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് പ്രൈസ് ഇൻഡസ്ട്രി ആയിട്ട് ഫിക്സ് ചെയ്ത് തന്നിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് OP ആണ്. ആ സെയിം ഗ്രാഫ് തന്നെയാണ് എൻ്റെ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അതൊന്നും കൂടി നിങ്ങൾക്ക് ഈ പോയിന്റുകൾ പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ OP നമുക്ക് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻഡിവിജ്വൽ ഫേം ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് സെൽ ദ ക്വാണ്ടിറ്റി അറ്റ് ദിസ് പ്രൈസ്. അപ്പോൾ ഒരു ഫേമിനെ ഇവർ ഫിക്സ് ചെയ്ത് തന്നിട്ടുള്ള ഈ OP പ്രൈസിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും, സെല്ല് ചെയ്യാനും പറ്റും. ദ ഡിമാൻഡ് കർവ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഹെൻസ് ഹൊറിസോണ്ടൽ. നമ്മൾ നേരത്തെ പറഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രൈസിന്റെ കർവ്, ഡിമാൻഡിന്റെ കർവ്, AR കർവ്, MR കർവ് എല്ലാം സെയിം ആയിരിക്കും. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ദ ഫേംസ് ഡിമാൻഡ് കർവ് ഇറ്റ്സെൽഫ് ഈസ് ദ AR ബിക്കോസ് ദ പ്രൈസ് ഈസ് കോൺസ്റ്റന്റ്.
നേരത്തെ പറഞ്ഞോണം ഡിമാൻഡ് കർവ് തന്നെയാണ് എന്തായിട്ട് വരിക, AR കർവ് ആയിട്ട് വരിക. കാരണം അതിന്റെ പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. എല്ലാ കമ്പനികളും ഒരേ പ്രൈസിന് മാത്രമേ വിൽക്കാനായിട്ട് പാടുള്ളൂ. ആ പ്രൈസ് ആര് ഫിക്സ് ചെയ്ത് തരും? ഇൻഡസ്ട്രി തന്നെ ഫിക്സ് ചെയ്തിട്ട് തരുന്നതായിരിക്കും. അപ്പൊ അത്രയ്ക്ക് കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈനും ഡിമാൻഡ് കർവ് തന്നെയാണ് AR കർവും. ഇനി അതിൽ യൂസ് ചെയ്തിട്ടുള്ള ചില ടേംസുകളുടെ എക്സ്പാൻഷൻ ആണ്. SMC എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, SAC എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, AVC എന്ന് പറഞ്ഞാൽ ആവറേജ് വാരിയബിൾ കോസ്റ്റ്. നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ, അതിന്റെ എക്സ്പാൻഷൻ ആണ്. അറ്റ് ദി പോയിന്റ് ഈ MCC ആൻഡ് MR ഇന്റർസെക്ട് ഈച്ച് അതർ. നമ്മൾ ഫേമിന്റെ ഈ പോയിന്റ് എങ്ങനെ കണ്ടുപിടിച്ച, ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെ കണ്ടുപിടിച്ചത്? ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ MR കർവും MC കർവും കൂട്ടിമുട്ടിയത് അതാണ് നമ്മൾ ഈ പോയിന്റ് ആയിട്ട്, ഫേമിന്റെ ഈ പോയിന്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ അതാണ് അറ്റ് ദ പോയിന്റ് ഈ MC ആൻഡ് MR ഇന്റർസെക്ട് ഈച്ച് അതർ. ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇക്വിലിബ്രിയം പോയിന്റ് എന്നാണ്. ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഈസ് OM. അങ്ങനെ അതിന്റെ കറസ്പോണ്ടിങ് നമ്മൾ താഴത്തോട്ട് വരച്ചു. അത് ഏതായിരുന്നു? അപ്പോൾ എത്ര ക്വാണ്ടിറ്റി നമ്മൾ വിൽക്കണത്? OM ക്വാണ്ടിറ്റി ആണ് നമ്മൾ വിൽക്കണത്. ദിസ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഗീവ്സ് മാക്സിമം പ്രോഫിറ്റ്. അപ്പൊ അത്രയ്ക്ക് ലെവൽ ഓഫ് പ്രോഫിറ്റ്, അത്രയ്ക്ക് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ് നമ്മൾ വിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ പുതുതായിട്ട് വേറെ ഒന്നും പഠിക്കണില്ല. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പഠിച്ച ആ ഗ്രാഫ് വരച്ച് കഴിഞ്ഞിട്ട് ഈ സ്ലൈഡിൽ പറഞ്ഞ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ താഴത്തായിട്ട് എഴുതി വെക്കേണ്ടത്. നമുക്ക് ഇൻഡസ്ട്രി OP പ്രൈസ് ഫിക്സ് ചെയ്ത് തന്നു. അതെല്ലാ ഫേംസും അത് കണ്ടിന്യൂ ചെയ്യണം. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും വിൽക്കാം, അതിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ദെൻ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും, ഡിമാൻഡ് കർവ് തന്നെയായിരിക്കും AR കർവ്. പിന്നെ ഓരോ ടേംസിനും എക്സ്പാൻഷൻ എഴുതാം. അത് കഴിഞ്ഞിട്ട് MR MC ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് വരുന്നത്. ആ പോയിന്റിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ആ ക്വാണ്ടിറ്റി വിറ്റാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞാൽ, നമ്മൾ ഇൻഡസ്ട്രി സപ്പോസ് നമ്മളോട് പ്രൈസ് വില കുറവിന് വിൽക്കാനായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുക. അതായത് D എന്നുള്ളത് D1 ആയിട്ട് കുറഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്രൈസ് ലെവൽ കിട്ടുന്നു പറഞ്ഞു, ദാറ്റ് ഈസ് OP1. ഇഫ് ദ പ്രൈസ് ഡിക്രീസസ് ടു OP1 ദ ന്യൂ ഇക്വിലിബ്രിയം വിൽ റീച്ച്, ദാറ്റ് ഈസ് E1. അപ്പൊ നമുക്ക് എന്ത് പറയും? നമ്മുടെ ഇൻഡസ്ട്രിയിലത്തെ ഡിമാൻഡ് D എന്നുള്ളത് D1 ആയിട്ട് കുറഞ്ഞാൽ നമുക്കൊരു പുതിയൊരു പ്രൈസ് ലെവൽ കിട്ടും, ദാറ്റ് ഈസ് P1. ആ P1 നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടും E1. അതിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി നമ്മൾ M1 ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ക്വാണ്ടിറ്റിയാണ് നമുക്ക് അത്രയ്ക്ക് പ്രൈസിൽ വിൽക്കാനായിട്ട് പറ്റുന്നത്. ന്യൂ ഇക്വിലിബ്രിയം വിൽ റീച്ച്, ദാറ്റ് ഈസ് E1. ബട്ട് ഇറ്റ്സ് AR ഈസ് ലെസ് ദാൻ AC. പക്ഷെ ആ ലെവലിൽ വിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ബുദ്ധിമുട്ട് പഠിച്ചത്? നമ്മൾ ആ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റിനേക്കാൾ, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിനേക്കാൾ താഴെയായിരിക്കും. നേരത്തെ നമ്മൾ P പ്രൈസിൽ വിൽക്കുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ എടുക്കുന്നത്, അതിന്റെ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റിനേക്കാൾ മുകളിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റി. പക്ഷെ ഇവിടെ അത് നടക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ P ലെവൽ എന്ന് പറയുന്നത്, പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റിനേക്കാൾ താഴെയാണ്. ദ ഫേം വിൽ ഇൻകർ ലോസ്. നേരത്തെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി, P പ്രൈസിനെ വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥാനത്ത് നമുക്കിപ്പോൾ എന്താണ്? നഷ്ടമാണ് ഉണ്ടാവുക. കാരണം അവർ പറയുന്ന പ്രൈസിന് വിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവറേജ് കോസ്റ്റ് പോലും കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആസ് എ റിസൾട്ട് ദ ഫേം വിൽ ഇൻകർ ലോസസ്. ബട്ട് ഇറ്റ് ഈസ് അൺഡിസൈറബിൾ ടു സ്റ്റോപ്പ് പ്രൊഡക്ഷൻ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എന്ത് ഡിസിഷൻ എടുക്കണം? എന്നാൽ ശരി, നഷ്ടം ഉണ്ടായി, നമുക്ക് ബിസിനസ് അടച്ചു പൂട്ടാം എന്നൊരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ വാരിയബിൾ കോസ്റ്റ് എങ്കിലും കവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നോക്കി നോക്കിയാൽ ആ ലൈനിന് നമ്മുടെ വാരിയബിൾ കോസ്റ്റിനേക്കാൾ മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ ആവറേജ് കോസ്റ്റിനേക്കാൾ താഴെയായി പോയി എന്ന് വിചാരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ വാരിയബിൾ കോസ്റ്റ് എങ്കിലും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. അപ്പൊ അതിന് മുകളിലായതുകൊണ്ട് നമ്മൾ ഇപ്പൊ പ്രൊഡക്ഷൻ നിർത്തണ്ട. ഇഫ് AR ഈസ് ലെസ് ദാൻ AVC ദ ഫേം വിൽ സ്റ്റോപ്പ് പ്രൊഡക്ഷൻ. അതേസമയം നമ്മുടെ AR എന്ന് പറയുന്നത് വാരിയബിൾ കോസ്റ്റിനേക്കാൾ താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അപ്പൊ നമുക്ക് അവർ പറഞ്ഞ പ്രൈസിന് വിൽക്കുമ്പോൾ, ഇൻഡസ്ട്രി പറഞ്ഞ പ്രൈസിന് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ എന്തുപോലും വാരിയബിൾ കോസ്റ്റ് പോലും റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഡിമാൻഡ് കുറഞ്ഞു, പ്രൈസ് കുറവിന് വിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഡിസിഷൻ മേക്കിംഗ് എന്നാണ്. അപ്പോൾ നമ്മൾ പ്രൈസ് കുറഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടും. ആ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വാരിയബിൾ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ആവറേജ് കോസ്റ്റ് കവർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈ പ്രൈസിന് വിൽക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാവും. നഷ്ടമുണ്ടായി എന്ന് വിചാരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ നിർത്തേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ നമ്മുടെ പ്രൈസ് ലെവല് വാരിയബിൾ കോസ്റ്റിനേക്കാൾ താഴെ പോകുന്നത് അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് കൂടി നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ള ഷട്ട് ഡൗൺ പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ പി പ്രൈസിൽ വിറ്റപ്പോൾ നമുക്ക് വലിയ ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല, അപ്പോൾ കുഴപ്പമില്ല, നമുക്കൊരു പ്രോഫിറ്റ് ആണ്, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഡിമാൻഡ് കുറഞ്ഞപ്പോൾ ചിലപ്പോൾ നമ്മളോട് P1 പ്രൈസിൽ വിൽക്കാൻ പറയും. അപ്പോൾ നമുക്ക് എന്താ ബുദ്ധിമുട്ട് വരുന്നത്, നമ്മുടെ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് കോസ്റ്റിനേക്കാൾ താഴെയാണ്, അതുകൊണ്ട് നമുക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ നിർത്തേണ്ട ആവശ്യമില്ല, അത് തന്നെ നമ്മൾ അവർ പറഞ്ഞ ആ പ്രൈസിന് വിൽക്കാം, പ്രൊഡക്ഷൻ നടത്തി അത് വിൽക്കാം, നമുക്ക് ഫ്യൂച്ചറിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതേസമയം വീണ്ടും ഈ P1 കഴിഞ്ഞിട്ട് വീണ്ടും ഡിമാൻഡ് കുറയുമ്പോൾ ചിലപ്പോൾ ഇനി എന്ത് പറയും, ഇൻഡസ്ട്രി വീണ്ടും വില കുറച്ച് പറയും, ഒരു P2 ഈ P1നേക്കാൾ കുറഞ്ഞിട്ടുള്ള ഒരു പ്രൈസിന് വിൽക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക, നമുക്ക് ചിലപ്പോൾ ആ ആവറേജ് കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നില്ല, അതോടൊപ്പം തന്നെ വാരിയബിൾ കോസ്റ്റും കവർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, നമുക്ക് പിന്നെ നഷ്ടം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, ഷട്ട് ഡൗൺ പോയിന്റ് ആണ്, നമ്മൾ പ്രൊഡക്ഷൻ നിർത്തി കമ്പനി അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇൻഡസ്ട്രി വിൽക്കാൻ പറഞ്ഞ പ്രൈസ് നമ്മുടെ വാരിയബിൾ കോസ്റ്റ് പോലും കവർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷനായിട്ട് മുന്നോട്ട് പോണേക്കാൾ നല്ലത് കമ്പനി അടച്ചുപൂട്ടലാണ്. ഓക്കെ, ദ പോയിന്റ് വേർ ദി ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഈസ് കോൾഡ് ഷട്ട് ഡൗൺ പോയിന്റ്. ആവറേജ് വാരിയബിൾ കോസ്റ്റും ആവറേജ് റവന്യൂവും ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് shut down point. If the price falls below the ABC, the firm will stop the production. നമ്മുടെ വിൽക്കുന്ന പ്രൈസ്, നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് വാരിയബിൾ കോസ്റ്റിനേക്കാൾ താഴെയാണെങ്കിൽ നമ്മൾ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളെ പിന്നെ പ്രൊഡക്ഷനായിട്ട് മുന്നോട്ട് പോകരുത്, നമ്മൾ അപ്പം തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് കമ്പനി അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ നമ്മുടെ ആവറേജ് വാരിയബിൾ കോസ്റ്റും നമ്മുടെ ആവറേജ് റവന്യൂ ഈക്വൽ ആവുന്നത്, ആവറേജ് റവന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിൽക്കുന്ന പ്രൈസും ഈക്വൽ ആവുന്നത്, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഷട്ട് ഡൗൺ പോയിന്റ്. അതും വെച്ച് പിന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് ലാഭം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഡ്യൂറിങ് ഷോർട്ട് പീരീഡിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 3 ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുള്ളത്, 2 ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുള്ളത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഷോർട്ട് പീരീഡിൻ്റെ ഈ ഫീച്ചേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്രാഫ് മാത്രം പഠിച്ചു. പിന്നെ ആ ഗ്രാഫ് ഒന്നും കൂടി പഠിപ്പിച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ, ആ ഗ്രാഫ് വരച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ഒന്നാമത്തേലും രണ്ടാമത്തേലും സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ താഴെ ബ്രീഫ് എക്സ്പ്ലനേഷൻ ആയിട്ട് ഇതിൻ്റെ ഗ്രാഫ് മാത്രം വരച്ചു വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ സപ്പോസ് എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം വന്നേക്കണമെന്ന് വിചാരിക്കുക, എക്സ്പ്ലെയിൻ ദി പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഷോർട്ട് പീരീഡ് എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ച ആ തുടക്കത്തിലത്തെ കുറച്ച് പോയിന്റുകളില്ലേ ഷോർട്ട് പീരീഡിലത്തെ ഒരു ആദ്യം തന്നെ നിങ്ങൾ എഴുതേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ജസ്റ്റ് പോയിന്റ് മാത്രമേ എഴുതി വയ്ക്കുക. കാരണം പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതണം. അപ്പോൾ അത് ആ പോയിന്റ് 7 പോയിന്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കുക. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ മീനിങ് നമുക്ക് അറിയാമെന്ന് അവർക്ക് മനസ്സിലാവണം. അപ്പോൾ SK ആണെന്നതൊക്കെ ചോദിക്കാം, അപ്പോൾ അതൊന്ന് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ വീഡിയോയിൽ പഠിച്ച പോലത്തെ ഷോർട്ട് പീരീഡിലത്തെ ഫീച്ചേഴ്സ് ആ ഒരു സ്ലൈഡ് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ പഠിച്ച ഗ്രാഫ് വരച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ 2 സ്ലൈഡിലും പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ രണ്ടാമത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള ആ പോയിന്റുകൾ ആ ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ പോയിന്റുകൾ പറഞ്ഞില്ലേ, അതൊക്കെ എഴുതി വെക്കേണ്ടതായിട്ട് വരും. ഈ ഷട്ട് ഡൗൺ പോയിന്റ് നമുക്ക് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. SC ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ് ഷോർട്ട് പീരീഡിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അടക്കം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.